ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരിയും വിനീതും കൂടിയിട്ട് ബാങ്കിൽ പോയിട്ട് ആ 50 ലക്ഷം രൂപ ചെക്ക് മാറി വിനീതിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ അവർ പിന്നെ എന്തായാലും ആവശ്യം സമയത്ത് പോയിട്ട് പൈസ എടുത്താൽ മതിയല്ലോ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി തിരികെ വരുന്നുണ്ട്. അതേ സമയത്ത് പിറ്റേ ദിവസമാണ് ഇവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നിളയെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയാണെങ്കിൽ രാധമ്മയാണെങ്കിൽ ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മോള് ഇനി എങ്ങനെയാ വരാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ കാവേരി പറയാണ്, അച്ഛമ്മയൊന്നും മിണ്ടാതിരുന്നേ, അവളെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ അതിനുശേഷം യമുനയെയും രാധമ്മയെയും അവിടെ ആ വീട്ടിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നുണ്ട്. അതേ സമയത്ത് വിനീത് പറയാണ്, നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കും, ഞാൻ എന്തായാലും ബാങ്കിൽ പോയി ക്യാഷ് എടുത്തിട്ട് വരാം എന്ന് പറയുകയാണ്. അങ്ങനെ വിനീത് ബാങ്കിലോട്ടും മറ്റുള്ള എല്ലാവരും ഹോസ്പിറ്റലിലോട്ടും പോവുകയാണ്. വിനീത് ബാങ്കിൽ എത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഇത് കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് പൈസ വേണമെന്ന് പറയുകയാണ്. 50 ലക്ഷം വേണമെന്ന് പറയുമ്പോൾ അയ്യോ ഇത്ര വലിയ എമൗണ്ട് ആണെങ്കിൽ നേരത്തോടെ പറയേണ്ടേ ആയിരുന്നു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അതിൽ ആകെ 560 രൂപയെ മറ്റൊക്കെ എടുക്കുന്നുള്ളൂ. അത് ബാക്കി ഒറ്റ പൈസ അതിലില്ല. അങ്ങനെ അദ്ദേഹം വിനീതിനോട് കാര്യം പറയുകയാണ്, ഇതിൽ പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ വന്നിട്ടല്ലേ പൈസ ഇതിൽ ഇട്ടത്? എന്നിട്ട് പിന്നെ ഫോണിൽ വന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ വിനീത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാനേജറെ കണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണം, ഇല്ല ഇവിടെ ഇല്ല ക്യാഷ്, എന്തായാലും നിങ്ങൾ എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്ക്, നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്ത് കാണും എന്നൊക്കെ ഇങ്ങനെ ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ കാവേരി എല്ലാവരും ഹോസ്പിറ്റലിൽ റൂമൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ കുറച്ച് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിന് ആദ്യമേ ഉള്ള കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പറയുകയാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, പൈസ ഇപ്പം വരും മാഡം, എന്തായാലും റൂം എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ റൂമിൽ അവളെ കൊണ്ട് കിടത്തുകയും അങ്ങനെ അവർ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് വിനീത് കാവേരിയെ വിളിക്കുന്നത്. കാവേരി അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ, എന്താ വിനീതായിട്ട് ഈ പറയുന്നത്, നീ വേഗം ബാങ്കിലോട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി വേഗം ബാങ്കിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടുത്തെ സാറിനോടും മാനേജറോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല ഈ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആയ മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ ആ സമയത്ത് മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾ ക്രെഡിറ്റ് ആയ മെസ്സേജ് മാത്രമേ കണ്ടുള്ളൂ, അപ്പോൾ ഡെബിറ്റ് ആയത് കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ആ മെസ്സേജ് മാനേജർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാവേരി വിനീതിനോട് ചോദിക്കുന്നുണ്ട്, അതെന്താ വിനീതേട്ടൻ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, വിനീതേട്ടൻ എപ്പോഴാണ് പൈസ എടുത്ത്, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വല്ല ഫോൺ കോളോ മറ്റോ വന്നിരുന്നു, എന്തെങ്കിലും OTPയോ എന്തെങ്കിലും ചോദിച്ച് പിൻ നമ്പർ എന്തെങ്കിലും ചോദിച്ച് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വിനീത് ആദ്യം ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. പിന്നീട് വിനീതിനെ ആലോചിക്കുമ്പോൾ ശരിയാണ്, തൻ്റെ ഫോണിലോട്ട് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ATM കാർഡിന്റെ പിന്നിലുള്ള നമ്പറും അതുപോലെ തന്നെ OTPയും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഈ ബാങ്കിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ മാനേജർ പറയുന്നത്, ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയി നിങ്ങൾ, എന്തോരം മെസ്സേജുകളും ഫോണിലായാലും അതുപോലെ എല്ലാ ഇതിലും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നതല്ല, ഇങ്ങനെയുള്ള കോളിനൊന്നും ഉത്തരം നൽകരുത്, അതിനൊന്നും മറുപടി കൊടുക്കരുത് എന്ന്, അത് ഫ്രോഡാണെന്നുള്ളതും. എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് മുഴുവൻ പൈസയും അവർ തട്ടിയെടുത്തിരിക്കുകയാണ്, 50 ലക്ഷം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ കാവേരി ആകെ കരഞ്ഞു പോകുന്നുണ്ട്. കാവേരി പറയും, നീ എന്ത് ചെയ്യും, എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷനാണ്, അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടാണ് സാറേ ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോയി, എന്തായാലും ഇവിടെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്ക്, ഇതുപോലത്തെ എത്രയോ കേസുകളാണ് ഒരു ദിവസം വരുന്നത്, അതൊക്കെ ഇനി എപ്പോൾ കിട്ടുന്ന ആർക്കറിയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിനീതിനെ കുറ്റപ്പെടുത്തുകയാണ് കാവേരി, എന്താണ് വിനീതേട്ടൻ ചെയ്തത്, വിനീതേട്ടന് ഇത്ര ബോധമില്ല, ഇത്ര അറിവില്ലാതെ ആയി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനീത് പറയാണ്, സോറി കാവേരി, ഇനി എന്ത് ചെയ്യും, ഞാൻ കാരണം നിളമോളുടെ ഓപ്പറേഷൻ നടക്കില്ല, ഇനിയിപ്പോൾ എന്താ എൻ്റെ ഒരു പൊട്ടത്തരം, ഞാനിനി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഗംഗ എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു, ഞാൻ ഇത്ര ബുദ്ധിയില്ലാത്തതായി പോയി എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നിട്ട് വിനീത് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും, എന്തായാലും ഗംഗയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയും എന്ന് വിനീത് പറയുമ്പോൾ, വേണ്ട ഇപ്പം ആരും ഒന്നും അറിയണ്ട, വിനീതേട്ടൻ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട, വിനീതേട്ടൻ സമാധാനമായിട്ടിരിക്കും, നമുക്ക് ഇനിയിപ്പോൾ ക്യാഷ് എവിടുന്ന് അറേഞ്ച് ചെയ്യാം, നിളയുടെ ഓപ്പറേഷൻ അത് നമുക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞവൾ അങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കാവേരി വേഗം പോകുന്നത് അമ്പലത്തിലേക്കാണ്.
അതേ സമയത്ത് നമ്മുടെ നിവിന്റെ റൂം അന്വേഷിച്ച് നിവിൻ താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ച് എത്തുന്നുണ്ട് രാഗിണി. അങ്ങനെ രാഗിണിയെ കണ്ടിട്ട് നിവിന് ദേഷ്യം വരികയാണ്. നിവിൻ അവളെ അവിടെ നിന്നും ഓടിച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം രാഗിണി അവിടെ തന്നെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ് നിവിന്റെ ഓരോ നീക്കങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട്. അപ്പോൾ നിവിനാണെങ്കിൽ ആ അമ്പലത്തിൽ ഇങ്ങനെ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തൻ്റെ മനസ്സിന്റെ വിഷമം സഹിക്കാനാവാതെ അവിടേക്ക് ഇവളും വരുന്നുണ്ട്, കാവേരിയും വരുന്നുണ്ട്. അപ്പൊ കാവേരി നല്ലോണം തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നിവിനും കാവേരിയും തമ്മിൽ പരസ്പരം കാണുന്നില്ല. പക്ഷെ ഒരു തൂണിന്റെ മറവിൽ അപ്പുറം ഇപ്പുറം അവർ രണ്ടുപേരും ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കാണുന്നില്ല. അപ്പോൾ ആ സമയത്ത് രാഗിണി ഇത് കാണുന്നുണ്ട്. രാഗിണി ഇവരെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം. അത് ശരി, ഇപ്പൊ ഇവിടെ ഇതാണല്ലേ പരിപാടി എന്നിങ്ങനെ അവൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ഒന്നിച്ച് വന്നിരിക്കുന്നതെന്നാണെന്നാണ് രാഗിണി വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ കാവേരി അവിടെ നിന്നും എഴുന്നേറ്റ് സങ്കടത്തോടു കൂടി എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതേ സമയത്ത് നിവിന്റെ അരികിലേക്ക് രാഗിണി വരികയാണ്. അപ്പൊ നിവിനാണെങ്കിൽ അവിടെ കിടന്നൊന്ന് ഉറങ്ങി, ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ കിടക്കല്ല ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ രാഗിണിയെ കണ്ടിട്ട് നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് സൗകര്യമായല്ലോ എന്നിങ്ങനെ പറയണം. നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം അവള് നിങ്ങളിവിടെ അവളുമായിട്ട് ഇരിക്കുകയാണ്, നിങ്ങളെ തൊട്ട് ഇരുത്തുണ്ടായിരുന്നല്ലോ അവൾ എന്ന് പറയുന്നുണ്ട് കാവേരി. അപ്പൊ എവിടെ കാവേരി എന്ന് പറഞ്ഞ് അങ്ങനെ നിവിൻ അന്വേഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും നിങ്ങള് തൊട്ടരികിൽ അവൾ ഉണ്ടായിട്ട് പോലും നിങ്ങളെ കണ്ടിട്ടാണ് അവൾ നിങ്ങളോട് മൈൻഡ് ചെയ്യാതെയാണ് പോയത്. പിന്നെ തന്നെയല്ല ഇവിടത്തെ ദൈവം നിങ്ങൾ ഒന്നിക്കണമെന്നല്ല ഈ ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടല്ലേ തൊട്ടരിയിലുണ്ടായിട്ട് പോലും നിങ്ങൾ കാണാതിരുന്നത്. അപ്പോൾ ദൈവത്തിനും അവൾക്കും നിങ്ങളെ ഒന്നിപ്പിക്കണമെന്ന ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങളെ പാട് നോക്കി അവളെ വിട്ടു കളഞ്ഞോ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും കാവേരിയുടെ അരികിലേക്കും രാഗിണി ചെല്ലുകയാണ്. അപ്പൊ രാഗിണി കണ്ടിട്ട് കാവേരി പൊട്ടിത്തെറിയുന്നു. കാവേരിയുടെ മനസ്സിൽ ഈ 50 ലക്ഷം പോയ സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ രാഗിണിയോട് പറയുന്നുണ്ട്, നിനക്ക് എന്താണ് ഇവിടെ കാര്യം, നീ എന്തിനാണ് എന്റെ മുന്നിലോട്ട് വന്നത് എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ രാഗിണി പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നത്, എനിക്ക് എന്റെ ഇവിടെ ഈ അമ്പലത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിന്റെ അനുവാദം വേണം, നിന്റെ അച്ഛൻ പണിത അമ്പലമാണോടി ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് രാഗിണിയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ സങ്കടം മുഴുവൻ രാഗിണിയോട് തീർക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും നീ ആഗ്രഹിച്ച ഭർത്താവിനെ നിനക്ക് കിട്ടിയില്ല, നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പുറകെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാഗിണി ആകെ അന്തം വിട്ടു പോവുകയാണ്. ഇവളിപ്പോ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അത് ശരി, അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു എന്നാണ് ഇവള് തെറ്റിദ്ധരിച്ചിരുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അവളെ മനസ്സ് വേദനിച്ചോട്ടെ എന്ന് തന്നെ രാഗിണി കരുതുകയും അവിടെ നിന്നും കാവേരി അമ്പലത്തിൽ നിന്നും പോരുകയും ചെയ്യുകയാണ്. അങ്ങനെ രാഗിണിയാണെങ്കിൽ ആ ഒരു സന്തോഷം അങ്ങനെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ വിനീത് വീട്ടിലെത്തിയിട്ട് അവന് ആകെ ഒരു സ്വസ്ഥത ഇല്ല, താൻ കാരണമാണല്ലോ ഈ പൈസ മുഴുവനും പോയത്. എന്തായാലും അപ്പോഴേക്കും അവിടേക്ക് ഗംഗയും യമുനയും കൂടി വരികയാണ്. അങ്ങനെ ഗംഗയോട് യമുനയോട് ഈ ഒരു കാര്യം പറഞ്ഞാലോ എന്ന് വിനീത് ആലോചിച്ച് പോകുന്നുണ്ട്. പക്ഷെ കാവേരി പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് പറയുന്നുമില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമുക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.